ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അല്ല, അദ്ദേഹം ഒരു ADGP പദവിയിൽ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ കണ്ടു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായി വിട്ടതാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആ പങ്കിന്റെ പുറകിൽ ഒരു കൈയുണ്ടെന്ന് എല്ലാവരും കരുതുന്ന RSSന്റെ മേധാവിയുമായി നടന്ന ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥമെന്താണ്, ലക്ഷ്യമെന്താണ്, ഉള്ളടക്കമെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. നമസ്കാരം. സംഘപരിവാറിനെതിരെ അതിശക്തമായ നിലപാടുള്ള പാർട്ടിയാണ് CPM. പാർട്ടിയുടെ വർഗീയ ഫാഷിസ്റ്റ് വിരുദ്ധ നയം അറിയാത്തതല്ല രാഷ്ട്രീയ കേരളത്തിന്. പക്ഷേ CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരം RSS BJP ബന്ധമാരോപിച്ച് വിമർശിക്കാറുണ്ട് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിന്റെ മുനയുള്ള ഒരായുധം ഇന്ന് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പിലെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് തന്നെ അജിത് കുമാർ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി ADGP ചർച്ച നടത്തിയത് അന്ന് തന്നെ ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു എന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നു. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ADGP RSS നേതാക്കളെ കണ്ടുവെന്നാണ്. ADGPയുടെ സന്ദർശന വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നു എന്നാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി രഹസ്യ ചർച്ച നടത്താൻ RSSന് എന്തു കാര്യം എന്നാണ്. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ADGP ആരുടെ ദൂതൻ എന്ന ചർച്ചയാണ് നമ്മളിവിടെ നടത്തുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, BJP നേതാവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം ഡോക്ടർ B ജയരാജിലേക്കാണ്. ഡോക്ടർ ജയരാജ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ CPMന്റെ പ്രഖ്യാപിത ഫാഷിസ്റ്റ് വിരുദ്ധ നയത്തിലോ പോരാട്ട ചരിത്രത്തിലോ എനിക്ക് സംശയമില്ല. പക്ഷേ അതിൻ്റെ എല്ലാം കടയ്ക്ക് കത്തിവെക്കുന്ന ഈ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ശ്രീ അൻവർ ഉന്നയിച്ച, അതായത് ഭരണപക്ഷത്തിലെ ഒരു MLA ഉന്നയിച്ച ആരോപണത്തിനെ തുടർന്ന് കേരളത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഒരു 4-അംഗ സംഘത്തിനെ നിയോഗിക്കുകയും ആ 4-അംഗ സംഘത്തിനെ നിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്ന് സുജിത് ദാസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ, IPS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയുണ്ടായി. അതിനോടൊപ്പമാണ് ഇന്ന് PV അൻവർ പുറത്തുവിട്ട വാർത്ത ADGP RSS നേതാക്കളെ കണ്ടു. ADGP RSS നേതാക്കളെ കണ്ടു എന്നുള്ള വിവരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് വിവരം, പുറത്താവുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സിവിൽ സർവീൻ്റാണ് അദ്ദേഹം, ADGPയുടെ ചാർജുള്ള ആളാണ്, ക്രമസമാധാനത്തിൻ്റെ വിഷയത്തിൻ്റെ ചാർജുള്ള ആളാണ്, ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് അതെന്തെങ്കിലും കാരണമായിരിക്കാം. എന്തായാലും അത് അന്വേഷണത്തിലൂടെ വെളിവാവും എന്ത് കാരണത്തിനാണ് അദ്ദേഹം മീറ്റ് ചെയ്തതെന്നുള്ളത്. അത് പ്രത്യേകിച്ച് ആരുടെയും ദൂതനായിരുന്നു, VD സതീശന് വേണ്ടിയിട്ടാണോ അതോ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ, അല്ലെങ്കിൽ കേന്ദ്രസേനയിൽ അദ്ദേഹത്തിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ഏറെ എന്തെങ്കിലും ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധിയുമായോ മന്ത്രിയുമായോ ഒന്നുമല്ല അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത്. RSS നേതാവുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത്. അത് ഭരണപരമായ എന്തെങ്കിലും കാര്യത്തിനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഭരണപരമായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാരണത്തിനായിരിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രൊമോഷൻസിന് വേണ്ടിയിട്ടോ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ലതും ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ദൂതനായിട്ട് വിടേണ്ടുന്ന കാര്യം എന്താണ്? ഇവിടെ ആർക്കും ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. കേന്ദ്ര ഏജൻസികളൊക്കെ
കയറി ഇറങ്ങി കിടന്ന് അന്വേഷണം വേണ്ട, ആരും ഒളിക്കേണ്ടതുമില്ല, മറക്കേണ്ടതുമില്ല. പക്ഷേ അട്ടിമറിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് ചോദിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ തൻ്റെ വിശ്വസ്തനായ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ, അതും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ RSS നേതാവുമായി ചർച്ച നടത്തുന്നു, അത് സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ, എന്തിനാണ് താങ്കൾ ഇങ്ങനെയൊരു ചർച്ച നടത്തിയത് എന്ന് ചോദിക്കാമായിരുന്നില്ലേ? അത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിച്ച് കാണും. അത് പബ്ലിസൈസ് ചെയ്തിട്ടുണ്ടാവില്ല, എന്ത് കാരണത്തിനാണെന്നുള്ള കാര്യം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. അത് മുഖ്യമന്ത്രി വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അജിത് കുമാറിൽ നിന്ന് വിശദീകരണം ചോദിച്ചത്? നേരത്തെ അദ്ദേഹം അങ്ങനെ ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന് കറക്റ്റ് ഔദ്യോഗിക ഒഫീഷ്യൽ രീതിയിൽ അദ്ദേഹം അല്ലേ അന്വേഷിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഒരു ഉദ്യോഗസ്ഥ ഒരു മന്ത്രി ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ സട്ടിലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ചാർജസ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമായിട്ട് എഴുതി വാങ്ങുന്നത്. അല്ലെങ്കിൽ ഓറലി പറഞ്ഞാണ് എൻ്റെ ഇന്ന ഒരു കാര്യത്തിന് പോയതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് പോയതാണ്. ആ സമയം CPMൻ്റെ ഒരു മെമ്പറാണ് പോയിരുന്നെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ച N പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മേയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു RSSൻ്റെ പരിപാടിക്ക് നഗരപിതാവ് എന്നുള്ള നിലയിൽ വിളക്ക് കത്തിക്കാൻ പോയ ആ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ സമയം VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതുപോലെ സർസംഘചാലകല്ല ഗോൾവാൾക്കറിൻ്റെ പടം വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വിളക്ക് കത്തിക്കാൻ പോയിട്ട് കോൺഗ്രസ്സിലെ ഒരു പാർട്ടി പോലും ഒരംഗം പോലും അതിനെ ചോദ്യം ചെയ്യുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ BJP ബാന്ധവം കേരളത്തിൽ വളരെ വ്യക്തമാണ്. അതിലേക്ക് നമുക്ക് വരാം. കോൺഗ്രസ് പ്രതിനിധി കൂടി ഉണ്ടല്ലോ, മറുപടി പറയാം. അതല്ല ചോദ്യം. ADGP എന്ന് പറയുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് RSS നേതാവിന്റെ അടുത്ത് പോകുന്നത്. തീർച്ചയായും കേരളത്തിന്റെ ഭരണപരമായ രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഈ ആദർശപരമായി CPMൻ്റെ വിരുദ്ധ ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പോയി കാണുന്നു എന്നുള്ളതിൽ ഒരു അസ്വാഭാവികതയും നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ RSS CPM സംഘടന നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ ഒരു സംഘടന അവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്? ഒന്നിന് രണ്ട്, അതായത് നമ്മൾ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ പറഞ്ഞ കണക്കോലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറഞ്ഞാൽ കാനൺ നിയമം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം അന്ധന്മാരായി തീരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിയമത്തിലല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളിലും കേരളത്തിൽ UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ളത് കേരളത്തിലാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവരുമായിട്ടൊരു ടോക്ക് നടത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ക്രമസമാധാന പാലനത്തിന് വേണ്ടി ആയിരിക്കാം. ഞാൻ ഊഹിക്കുകയാണ്. ക്രമസമാധാന പാലനത്തിന് RSSനെ പോയി കാണണമെന്നുള്ളതല്ല. എപ്പോഴും ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്താൽ മാത്രമേ ഈവൻ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത പോലും പരിഹരിക്കപ്പെടൂ. അമിക്കബിളി സോൾവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്. അന്ന് ചൈനാചാരൻ എന്ന് മുദ്രകുത്തി EMSനെതിരെ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ EMS പറഞ്ഞ ഇതാണ്, ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ചൈനാചാരൻ എന്ന് വിളിച്ച കോൺഗ്രസ്സുകാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് RSSകാരുമായിട്ടൊരു ചർച്ച നടത്തി അതിനകത്ത് ഈ പറഞ്ഞത് കണക്കുമല്ല, ആരുടെയും ദൂതനല്ല, ആരുടെയും പാലമല്ല, ആർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനല്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. കൊലയും വെട്ടും കുത്തും ബോംബേറും അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവസാനിപ്പിക്കണം. വൺ സൈഡഡായിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊണ്ട് മാത്രം നിർത്താൻ പറ്റുന്നതില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വന്തം ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് സ്വകാര്യ വാഹനത്തിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പോയി ചർച്ച നടത്തി എന്നാണ് താങ്കൾ പറയുന്നത്? ആയിരിക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഊഹാപോഹങ്ങളാണ്. എന്താണ് ചർച്ച നടത്തിയെന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിയും. കാര്യം അന്വേഷണം ഉത്തരവിട്ടിരിക്കല്ലേ, ഒരു മാസം വെയിറ്റ് ചെയ്യൂ. CPMന്റെ ഒരു മെമ്പർ ആണെങ്കിൽ സ്പോട്ടിൽ അതിനകത്ത് ആക്ഷൻ എടുത്തേനെ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറ്റി നിർത്തുകയെങ്കിലും ചെയ്തല്ലോ. ഞാൻ ശബരിനാഥിലേക്ക് പോവുകയാണ്. ശ്രീ ശബരിനാഥ്, സെൻകുമാറുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ രമേശ് ചെന്നിത്തല മുമ്പ് 2017 ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് താങ്കൾക്ക് നിശ്ചയമില്ല, അദ്ദേഹം മറ്റൊരു പാളയത്തിലാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ അഭിമാനം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു നിയമസഭയിൽ.
അതായത് സെൻകുമാറിനെ എതിരെ നടപടിയെടുത്തതിൽ അഭിമാനം കൊണ്ട പിണറായി വിജയൻ പക്ഷേ ADGP MR അജിത് കുമാറിനെതിരെ ആ നിലപാട് സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇത് ആദ്യമേ നൗഫൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ഉം RSS-ഉം തമ്മിൽ കാലങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കുപോക്ക് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കതിന് ഓർമ്മയുണ്ട്. ശ്രീ LK അദ്വാനി തന്നെ വന്ന ഇലക്ഷന് ഉദുമയിലാണെന്ന് തോന്നുന്നു ശ്രീ KG മാരാറിന് വേണ്ടി അതോ പാലക്കാടോ മലമ്പുഴയോ ശിവദാസ് മേനോന് വേണ്ടി ഒരേ വേദി പങ്കിട്ട ചിത്രങ്ങൾ ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ 1ാം തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകളുമായി മീറ്റിംഗ് നടത്തുമ്പോഴാണ്. അത് ജനസംഘത്തിന്റെ കാലത്താണ്. ഞാൻ എത്തുന്നുണ്ട്. ശ്രീ ജയരാജൻ എത്തുന്നുണ്ട്. ശരി ഞാൻ എത്തുന്നുണ്ട്. ഞാൻ ജനസംഘത്തിൽ നിന്ന് BJP-യിൽ CPM-ലേക്ക് എത്തുന്നുണ്ട്. അങ്ങ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ അങ്ങനെ സംസാരിച്ചപ്പോൾ. അതിനുശേഷം ജനസംഘമൊക്കെ കഴിഞ്ഞ് BJP ആയപ്പോൾ CPM ആയപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരനുമായിട്ട് നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തിയപ്പോഴാണ് കടക്കു പുറത്തൊരു പുതിയ വാക്ക് മലയാള നിഘണ്ടുവിലേക്ക് ശ്രീ പിണറായി വിജയൻ നൽകിയത്. അത് നാട്ടുകാരെ രക്ഷിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഇതുണ്ടായിരുന്നു. ഇനി അങ്ങെന്തോ പറഞ്ഞുകൂടി ശ്രീ VD സതീശൻ്റെ കാര്യം പറഞ്ഞു. ആ VD സതീശൻ അന്ന് പങ്കെടുത്തത് പറവൂർ MLA എന്ന രീതിയിൽ ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈം MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ മനക്കപ്പള്ളി സ്കൂളിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ഈ പറഞ്ഞ ഒരു വിഷയം വന്നത്. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ 2000 അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അങ്ങ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നമ്പറില്ലാത്തവർ അയച്ചു തരാൻ പറ്റത്തില്ല. 2013 മാർച്ച് 24 ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പുസ്തക ചർച്ചയിൽ ശ്രീ VD സതീശൻ എറണാകുളത്ത് പങ്കെടുത്തു. പക്ഷെ അതിന് 11 ദിവസം മുമ്പ് 2013 മാർച്ച് 13 അതേ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത ആരാണെന്നറിയാമോ? ശ്രീ VS അച്യുതാനന്ദനാണ്. ഭാരതീയ വിചാര കേന്ദ്രം ഒരു തിങ്ക് ടാങ്ക് ആണ്. പല രാഷ്ട്രീയ പാർട്ടി ആളുകളെയും വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് വേറൊരു ചാനലിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു VD സതീശൻ എന്തോ പാതകം ചെയ്യുന്നുള്ളത്. അദ്ദേഹം പോയത് ശ്രീ VS അച്യുതാനന്ദൻ പോയ പ്രോഗ്രാമിനാണ്. നിങ്ങൾ ഏതോ പഴയ മേയറിനെ പുറത്താക്കിയ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ 2013 ശ്രീ VS അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്നൊരു ആരോപണം ഉന്നയിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്ന കാര്യം നിർത്തണം. അതിനുശേഷം ജനസംഘമൊന്നുമില്ല CPM-ആയിട്ട് നിൽക്കുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. VD സതീശൻ പോകുന്നതിന് മുമ്പ് അതേ പ്രോഗ്രാമിൻ്റെ തിരുവനന്തപുരം വെർഷനിലുള്ള മീറ്റിംഗിൽ ശ്രീ VS അച്യുതാനന്ദൻ പോയിട്ടുണ്ട്. അത് BJP RSS പ്രോഗ്രാമല്ല, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒരു വേദിയാണ്, ഒരു പുസ്തക ചർച്ചയായിരുന്നു. അപ്പോൾ ആ വിഷയം നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് ഞാൻ മാറ്റിവെക്കുന്നു. രണ്ടാമത്തെ കാര്യം അങ്ങ് വളരെ സിമ്പിളായിട്ട് പറയുകയാണ് അജിത് കുമാർ പോയത് ഗോൾവാൾക്കറിന്റെ പടത്തിന് മുന്നിൽ വിളക്കൊളുത്താൻ ബാക്കി മാഷ ഞാൻ അങ്ങ് അധ്യാപകരോ പ്രൊഫസറോ ഒക്കെയാണ്. അപ്പം ഈ നമ്മൾ വിദ്യാർത്ഥിയും ഞാൻ അങ്ങ് അധ്യാപകരും അല്ല, എപ്പോഴും സംസാരിക്കാനുള്ള അവകാശം അങ്ങേർക്കില്ല. അങ്ങേക്കുള്ള സമയത്ത് അങ്ങ് സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം അങ്ങ് എന്തോ പറഞ്ഞു നാട്ടിലെ കാര്യമോ സ്വന്തം പെൻഷൻ്റെ കാര്യമോ പ്രൊമോഷൻ്റെ കാര്യമോ സംസാരിക്കാനായിരിക്കും ശ്രീ അജിത് കുമാർ ഹയത്ത് ഹോട്ടലിൽ പോയി ഈ പറഞ്ഞ ദത്താത്രേയ ഹോസബോലെ കണ്ടെന്ന് പറയുന്നു. ഒരൊറ്റ ചോദ്യം, കേരളത്തിൻ്റെ DGP-യേക്കാളും പവറുള്ള കേരളത്തിലെ പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ ആളുകളെയും എന്തിന് DYSP-മാരെ CI-കളെ പോലും നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ശ്രീ MR അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റി അതിൽ മിനിറ്റ്സ് ബുക്കിലും കോൾ ലോഗിലും ലോഗ് ബുക്കിലും ഡീറ്റെയിൽസ് വരാതെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കയറി വേഷം മാറി സിവിൽ ഡ്രസ്സ് അദ്ദേഹത്തിന് ഒഫീഷ്യൽ യൂണിഫോം മാറ്റി സിവിൽ ഡ്രസ്സിൽ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ കാര്യം പറയാനാണോ? രണ്ടാമത്തെ കാര്യം, ഇതേ വ്യക്തി തന്നെ തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവ്, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീഡിയ വണ്ണിൽ പറയുന്നത് ആരാണ് റാം മാധവ്, ആരാണ് ഹൊസബോലെ? റാം മാധവ് എന്ന് പറഞ്ഞാൽ ആള് RSSന്റെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന റാം മാധവ് കഴിഞ്ഞൊരു 10-12 വർഷമായിട്ടാണ് BJP-യുടെ മുൻനിരയിലേക്ക് വരുന്നത്. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. BJP-യുടെ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനം ചെയ്ത് ആസാമിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ, ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മയെ ആ പാളയത്തിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായ രീതിയിൽ ഈ CA അടക്കമുള്ള NRC അടക്കമുള്ള വിഷയങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവാണ് ശ്രീ റാം മാധവ്. അവിടെ ആസാമിൽ ഏറ്റവും വലിയ അസ്ഥിരതയുണ്ടാക്കി ഇന്നവിടെ കാണുന്ന പ്രശ്നങ്ങളും CA NRC അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ റാം മാധവ് അതിനുശേഷം അദ്ദേഹത്തെ നിയോഗിച്ചത് ജമ്മു കശ്മീരിലേക്കാണ്. ജമ്മു കശ്മീരിൻ്റെ പദവി റദ്ദാക്കലടക്കമുള്ള അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ള റാം മാധവിനെയാണ് സേത് കുമാർ പോയി കണ്ടിട്ടുള്ളത്. ശ്രീ ഹൊസബോലെ എന്ന് പറയുന്നത് BJP-യുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ ഏറ്റവും വലിയ താത്വികമായിട്ടുള്ള വിഭാഗത്തിൻ്റെ പാർട്ടി അവരുടെ ജനറൽ സെക്രട്ടറിയാണ്. RSSന്റെ സംഘടനാ സംവിധാനത്തിൽ
ഈ പുറത്ത് നിൽക്കുന്ന പ്രബലരായിട്ടുള്ള ആളുകളെ, പബ്ലിക് ലൈഫിലുള്ള പബ്ലിക് സ്ഫിയറിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് ചേർക്കുവാനുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ മുഖ്യ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എല്ലായിടത്തും പോയി പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നത് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും മറ്റു പാർട്ടികളുമായി ഒരു പാലം ഉണ്ടാക്കുവാനുമാണ്. അപ്പം ഇങ്ങനെയുള്ള രണ്ടാളുകളെ ശ്രീ എം ആർ അജിത് കുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ എം ആർ അജിത് കുമാർ സമം പി ശശി സമം പിണറായി വിജയൻ സമം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നാട്ടിലെ സാധാരണ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇവിടെ കരമന പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പോലീസ് കോൺസ്റ്റബിളിനോടോ ഒരു പാറാവുകാരനോടോ പാവപ്പെട്ട പോലീസ് സ്റ്റേഷൻ ആളോട് ചോദിച്ചാലോ അവർ പറയും എം ആർ അജിത് കുമാറിൻ്റെ പവർ എന്താണെന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും എല്ലാത്തിനും പൊളിറ്റിക്കൽ തീരുമാനം എടുത്തിട്ടുള്ള CPM നിഴലായിട്ടുള്ള ശ്രീ ശിവശങ്കർ 2013 മുതൽ 17-18 വരെ എങ്ങനെയായിരുന്നു, 2016 മുതൽ 2018 വരെ എങ്ങനെയായിരുന്നു, അതിനേക്കാളും ശക്തനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചലിപ്പിക്കുന്ന ശ്രീ എം ആർ അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡീൽ വർക്കൗട്ട് ചെയ്തിട്ടാണ്. ഇവിടെ പൂരം കലക്കി എന്ന് പറഞ്ഞത് BJPയുടെ ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശബരി തിരിച്ചു വരാം. ഉല്ലാസ് ബാബുവിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. പക്ഷേ ഉല്ലാസ് ബാബു, ഇന്ന് ഈ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എം ആർ അജിത് കുമാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ RSS ഈ ചർച്ച നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ടോ? എന്തിനായിരുന്നു ഈ ചർച്ച എന്ന് അവർ പുറത്തു പറയാൻ തയ്യാറാവുന്നുണ്ടോ? എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ? കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിനാഥ് സൂചിപ്പിച്ചതുപോലെ പൂരം കലക്കിയതടക്കമുള്ള ആരോപണങ്ങൾ മുന്നിൽ നിൽക്കെ ഇങ്ങനെയൊരു ചർച്ച നേരത്തെ നടത്തിയിരുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ? അത് എന്തിനു വേണ്ടിയായിരുന്നു? ശ്രീ അഫ്സൽ, അങ്ങ് രണ്ടുപേർക്കും കൊടുത്ത സമയം എനിക്കും തരുമെന്ന് വിശ്വസിക്കുന്നു. കാരണം BJPയുടെ ആളുകളെ സംസാരിക്കുമ്പോൾ ഇടപെടുക എന്ന് പറയപ്പെടുന്ന ആ സ്ഥിരമായിട്ടുള്ള പ്രവൃത്തി ഇതിൽ നിന്ന് മാറ്റിവെക്കണം. കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, RSS കണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഘം മറുപടി പറയേണ്ടതാണ്. 2, RSSനെ കണ്ടു എന്നല്ല വിചാരിക്കുക. അങ്ങയുടെ വാക്കുകൾ വാദത്തിനെടുത്താൽ RSSനെ കണ്ടാൽ എന്താ കുഴപ്പം? RSS പ്രവർത്തകരെ കാണാൻ പാടില്ല, RSS പ്രവർത്തകരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും നിയമമുണ്ടോ? കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ അടക്കമുള്ള ജോലിയിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും പൊതുസമൂഹത്തിനൊക്കെ RSS പ്രവർത്തിക്കുന്നതിനോടൊരു വിലക്കുമില്ല എന്നിരിക്കെ RSS പ്രവർത്തകനെ കണ്ടു എന്നുള്ളത് ഇത്ര വലിയ വിഷയമാക്കി നിങ്ങളിതിനൊരു പർവ്വതീകരിച്ച് നിങ്ങളിത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്നൊക്കെ നമുക്കറിയാം. അത് സ്വാഭാവികമായിട്ട് ഇനി മുഖ്യമന്ത്രിക്ക് എന്ത് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അവരെ പുറത്താക്കാതിരിക്കുക, അതൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഞങ്ങൾക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും അതിനകത്ത് ഇല്ല. 2ാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കി. ആരാ തൃശ്ശൂർ പൂരം കലക്കിയത്? തൃശ്ശൂർ പൂരം കലക്കി ഞാൻ ചോദിച്ചോട്ടെ, തൃശ്ശൂരിലെ കെ രാജൻ എന്ന് പറയപ്പെടുന്നൊരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചാർജ്. തൃശ്ശൂർകാരനാണ് അദ്ദേഹം. 2 പ്രൊഫസർ ആർ ബിന്ദു മന്ത്രിയാണ്, തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെയാണ് താമസം. 3 ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ, ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഇദ്ദേഹം കണ്ടു ഇല്ല എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അത് ഞാനെങ്ങനെ പറയും? BJPയുടെ ആളുകളോട് ചോദിച്ചിട്ടാണോ സംഘപരിവാറിൻ്റെ സംഘത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? അജിത് കുമാർ എന്നോട് ചോദിച്ചിട്ടാണോ ഇവരെ കാണുന്നത്? അഥവാ കണ്ടു എങ്കിൽ തന്നെ എന്താണ് സാർ അതിൽ കുഴപ്പം? RSSകാരനെ കാണാൻ പാടില്ല എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിയമമുണ്ടോ അഫ്സൽ? ഉണ്ടോ ഇല്ലയോ? ആ ചോദ്യം തിരിച്ചു വെച്ച് നിങ്ങൾ എന്താ പറയുക? അങ്ങനെ കാണാൻ നിയമപരമായ ഒരു പ്രശ്നവും ഈ രാജ്യത്തില്ല, അതിലൊരു തർക്കവുമില്ല. ഇവിടെ മറ്റു വിഷയങ്ങളാണ്. എന്തിനു കണ്ടു, ഈ സന്ദർഭത്തിൽ എന്തിനു കണ്ടു എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അത് ADGP അജിത് കുമാറിനോട് ചോദിക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്തിനാണെന്നുള്ള ചോദ്യത്തിന് RSSന്റെ ഭാഗത്തുനിന്നും മറുപടി കിട്ടാമല്ലോ. അല്ല, RSSന്റെ കാര്യത്തിൽ മറുപടി കിട്ടണമെങ്കിൽ നിങ്ങൾ RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കണം. RSSന്റെ കാര്യത്തിൽ മറുപടി പറയണോ വേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കുക. 2ാമത്തെ കാര്യം എന്താ വെച്ചാൽ, ADGP അജിത് കുമാറിനോട് നിങ്ങൾ ചോദിച്ചു, അജിത് കുമാർ തമ്മിച്ചു, അജിത് കുമാറിനോട് നിങ്ങൾ എന്തിനാ കണ്ടതെന്ന് ചോദിച്ചോ? എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ ഈ കാര്യം പറഞ്ഞു വരുന്നത് എവിടേക്കാണ്? നിങ്ങൾ ഈ സാധനം പറഞ്ഞു വരുന്നത് 2023 കണ്ടുവെന്ന് നിങ്ങൾ പറയുന്ന കാര്യം 2024 പൂരം കലക്കി എന്നല്ല നിങ്ങൾ വർത്തമാനം പറയാൻ വരുന്നത്. അവിടെ ഇടതുപക്ഷവും BJPയും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്നല്ലേ ഈ കോൺഗ്രസിൻ്റെ ശബരിനാഥിൻ്റെ VD സതീശൻ പറഞ്ഞേ. അതേ VD സതീശൻ ഇന്നൊരു പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് പത്രക്കാരോട്? കെ മുരളീധരൻ അവിടെ തോൽക്കുമായിരുന്നു, VS സുനിൽകുമാറായിരുന്നു ജയിക്കേണ്ട സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി, പക്ഷേ CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കെ മുരളീധരനെ ബലിയാടാക്കാൻ കൊണ്ടിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം BJPയുടെ നെറുകിലേക്ക്
രീതിയിലേക്ക് വെക്കണം, നടക്കില്ലെന്നേ. തൃശ്ശൂർ പൂരം എന്നും ഒരേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിച്ചപ്പോൾ നിരീശ്വരവാദ രാഷ്ട്രീയം നടപ്പിലാക്കാൻ പോലീസിനെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ആ ഗൂഢാലോചന ഇത്തവണ നടന്നില്ല. തൃശ്ശൂർ പൂരം പൊളിഞ്ഞത് നിങ്ങൾ നോക്ക്, 3 മന്ത്രിമാർ CPM അവിടെ ഉണ്ടായിരുന്നെന്ന്. MLA-മാരൊക്കെ CPM അവിടെ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM, MLA തൃശ്ശൂർ MLA P. ബാലേന്ദ്രൻ CPI. ഇവരൊക്കെ അണിനിരന്ന് നിന്നിട്ടും ADGP അജിത് കുമാറിനത് മറയ്ക്കാൻ പറ്റിച്ച പിന്നെ ഇവർക്കൊക്കെ എന്ത് പണിയാണെന്ന്. ഇവരാ പണി നിർത്തി പോട്ടെ അല്ലേ? മുഖ്യമന്ത്രിയാക്കാൻ ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയ പോരെ? ഇവർ പറയുന്നതിൽ എന്ത് ന്യായം? കെ മുരളീധരൻ ആ സമയത്ത് പറഞ്ഞ എന്താ? കോൺഗ്രസ്സുകാർ കാലുവാരി എന്നാ പറഞ്ഞേ. VS സുനിൽകുമാർ എന്താ ആ സമയത്ത് പറഞ്ഞത്? VS സുനിൽകുമാർ പറഞ്ഞത് കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി എന്നെ ചതിച്ചു, പിന്നെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ല. ഇവരതൊക്കെ വിഴുങ്ങാണോ ഇപ്പോൾ? BJP-യുടെ സുരേഷ് ഗോപി ജയിച്ചത് ഒരു സംശയവും വേണ്ട കേട്ടോ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജാതി മത വർഗ വർണ്ണ വിഭാഗമില്ലാതെ കൃത്യമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും വ്യക്തമായ വോട്ടിംഗ് പാറ്റേണോട് കൂടിയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം കൂടി പറയാൻ നിർത്താം. തൃശ്ശൂർ പൂരം കാലത്ത് കണിമംഗലം ശാസ്താവ് വരിക എന്നൊരു ചടങ്ങുണ്ട്, കൃത്യമായി അഫ്സൽ കേട്ടോ. അതൊന്ന് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മീഡിയ വണ്ട തൃശ്ശൂർ റിപ്പോർട്ടറോട് ചോദിച്ചാൽ അറിയാം. അത് വരുമ്പോൾ പുലർച്ചെ കാലത്ത് ഒരു 6 മണി നേരത്ത് തന്നെ ബസ്സുകൾ കയറ്റിവിട്ട് തുടങ്ങിയവരുടെ അംഗം. പിന്നെ ബാരിക്കേഡുകൾ വെച്ച് ഇങ്ങനെ നിരത്തിയത് 2 ദിവസം 3 ദിവസം മുൻപാ. തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു പൂരം നടത്തുമ്പോൾ അവലോകന കമ്മിറ്റിയിൽ അവിടുത്തെ MP ഉണ്ടാവും എന്ന് പറഞ്ഞ TM പ്രതാപൻ, ആ സമയത്ത് MP കോൺഗ്രസിന്റെ. അവിടുത്തെ MLA ഉണ്ട്, അവിടുത്തെ മന്ത്രിമാരൊക്കെ അവലോകന യോഗം കൂടിയിട്ടാണ് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത്. ആ സമയത്തൊക്കെ ഇവർ തീരുമാനിച്ചതിന് വിരുദ്ധമായിട്ടാണ് പോലീസ് അവിടെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന മന്ത്രിമാരും MP-യും MLA-യും മിണ്ടിയില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢാലോചന തകർക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ച് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി വന്നു. അപ്പൊ ആ വ്യക്തി വന്നതിനായി കുഴപ്പം എന്താ? കുഴപ്പം അദ്ദേഹം വന്ന് അതിൽ ഇടപെടില്ലേ? അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 5 വർഷക്കാലം തൃശ്ശൂർ അങ്ങാടിയിലെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇടപെടും ആ സ്വാഭാവികമായ വിഷയത്തിൽ. കൊടമാറ്റത്തിൽ തറവാടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ തറവാടയ കൊടമാറ്റ വിഷയം, അത് കഴിഞ്ഞ് തെക്കോട്ടിറക്കത്തിന്റെ വിഷയം, അത് കഴിഞ്ഞ് ചടങ്ങ് നടത്താൻ വാദ്യക്കാരെ കയറ്റിവിടാത്ത വിഷയം, കമ്മിറ്റിക്കാരെ കടത്തിവിടാത്ത വിഷയം, കഴിഞ്ഞ കൊല്ലവും ഇതേ സെയിം വിഷയം, ഈ കൊല്ലവും ഇതേ സെയിം വിഷയം. ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല, കാര്യം ബോധ്യപ്പെട്ടു. അതായത് ഇതിൽ യാതൊരു പങ്കും BJP-ക്കില്ല. ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വിഷയം വന്നതായി താങ്കൾ സംശയിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ B. ജയരാജ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് അതിൽ BJP-ക്ക് ഒരു പങ്കുമില്ല, നേരെ മറിച്ച് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലുള്ള താങ്കളുടെ മറുപടി? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും സുരേഷ് ഗോപി ഏതാണ്ട് മംഗലശ്ശേരി നീലകണ്ഠനാന്ന് തോന്നും ദേവസ്വര സിനിമയില്. അതുപോലെ അങ്ങ് ഉത്സവം നടത്തി മറിച്ചങ്ങ് ജയിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ട് മേടിച്ചെന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസിന്റെ വോട്ട് മേടിച്ചിട്ടാണ് നഷ്ടപ്പെട്ടു പോയ 78,000 വോട്ടുകൾ. TN പ്രതാപന്റെ വോട്ട് എങ്ങോട്ടാ പോയത്? കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് അവിടെ വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിന്റെ വോട്ട് മറിച്ചു കൊടുത്താണ്. ഇതേ ഉദാഹരണം തന്നെ നമ്മളെ നേമത്ത് രാജഗോപാലിനെ ജയിപ്പിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ മറിച്ചു കൊടുത്തിട്ടാണ് ജയിച്ചത്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനമല്ല ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പൂരം കലക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായോ, പൂരം കലക്കിയതിന് ആരാണ് ഉത്തരവാദികൾ എന്നൊക്കെയാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത്. നേരെ മറിച്ച് അവിടുത്തെ വോട്ടെണ്ണം പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ പൂരം കലക്കി എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്ന വളരെ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും പൂരം കലക്കി എന്ന് പറയുന്നത് വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മൾ ഈ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ സാംസ്കാരിക തലസ്ഥാനത്തിന്റെയൊക്കെ സംസ്കാരം ഇത്രയേ ഉള്ളൂ. ഒരു ഉത്സവം കഴിഞ്ഞ് ഒരു ഉത്സവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിസ്സാര പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു ഉന്തും തള്ളും ഉണ്ടായാൽ അവിടുത്തെ ആളുകളെല്ലാം BJP-ക്ക് വോട്ട് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ അതിനെ സാംസ്കാരിക തലസ്ഥാനം എന്നല്ല വിളിക്കേണ്ടത്, വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്കേ ഉള്ളൂ തൃശ്ശൂരുകാരുടെ സാംസ്കാരിക മൂല്യം ഈ പറയുന്നത് പോലെ. അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അന്നേരം. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. മുമ്പ് പല പൂരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് പുറ്റിങ്ങൽ നടയിൽ എത്രയധികം ആളുകൾ മരിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ആരെങ്കിലും ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എത്ര ആയിരങ്ങൾ അവിടെ മരിച്ചു വീഴും, എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടാവും. പോലീസ് ചില അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പെരുമാറിയത്. അത് പൂരം കലക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം സുനിൽകുമാർ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന് ആ പരാജയം ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതിനെ നിഷേധിക്കാനായിട്ട് CPI നേതൃത്വത്തിന് പറ്റിയിട്ടില്ല.
പക്ഷേ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ബുദ്ധിപരമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടന്നത്? അവിടെ പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തു. താങ്കൾ ഇപ്പോൾ സുനിൽകുമാറിന്റെ പേര് സൂചിപ്പിച്ചതുകൊണ്ട് അല്പസമയം ഒന്ന് കാത്തിരിക്കണം. സുനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാർ RS നേതൃത്വവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, അതിനിടയ്ക്ക് പൂരം ഒക്കെ നടന്നത്. അപ്പോൾ ഇതിലൊക്കെ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന് ബന്ധമുണ്ടോ, അതിൽ ഒരു ഭാഗത്ത് RSS ഉണ്ട്, RSSന് ബന്ധമുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഈ പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പിൽ താങ്കളടക്കമുള്ള BJP ഇതര പാർട്ടികൾക്ക് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലുള്ള വെളിപ്പെടുത്തലിന് ശേഷം പറയാനുള്ളത്? അല്ല, RSSും BJPയും സംഘപരിവാർ NDA ശക്തികള് ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി വളരെ മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിലെനിക്ക് ഇപ്പോഴും സംശയമൊന്നുമില്ല. ഇനിയിപ്പോ പോലീസിന്റെ റിപ്പോർട്ട് വരുമ്പോ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ചർച്ചയില്ല. ഇപ്പൊ നിങ്ങൾ മീഡിയകളെല്ലാം ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ADGP നടത്തിയ കൂടിക്കാഴ്ച, RSSന്റെ കൂടിക്കാഴ്ചക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെ അത് കൺഫേം ചെയ്തുകൊണ്ട് ചില മാധ്യമങ്ങളിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ അതിനർത്ഥം അദ്ദേഹം RS ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള 2023 കൂടിക്കാഴ്ചയും പോലീസ് ഈ തൃശ്ശൂർ പൂരം കലക്കലും ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. കാരണം അതെനിക്ക് എന്റെ മുമ്പിൽ ഒരു തെളിവുകളൊന്നുമില്ല. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്താൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസം വൈകുന്നേരം പൂരത്തിന്റെ ചടങ്ങ് നിർത്തിവെക്കപ്പെടുന്നു, മേളം നിർത്തിവെക്കപ്പെടുന്നു, ആനകളെ പിൻവലിക്കുന്നു, പന്തലിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അതോടൊപ്പം വെടിക്കെട്ട് നടത്തില്ല എന്ന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പൂരം, പ്രത്യേകിച്ച് ഒരു ഇലക്ഷന്റെ മധ്യത്തിൽ നടക്കുന്ന ഒരു പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ മറ്റ് 10 ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ദേശം മാത്രം അങ്ങനെ ദേശത്തിൽ ചില ഭാരവാഹികൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയതിന് പിന്നിൽ അത് ആരൊക്കെയാണ്? അത് പോലീസ് മാത്രം വിചാരിച്ചാൽ അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ പിന്നില് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് ഈ ഒരു വെളിപ്പെടുത്തലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇപ്പോ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി ഉണ്ടായി. അല്ലെങ്കിൽ അത് മാത്രമാണെങ്കിൽ ഇതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പോലീസ് ലാത്തിചാർജ് ചെയ്ത് ദേവസ്വം ബോർഡിന്റെ നേതാക്കന്മാരായിരുന്ന മാധവൻകുട്ടി മാഷും വിജയേട്ടൻ അടക്കമുള്ള ആൾക്കാർക്ക് പോലീസിന്റെ അടി കൊണ്ട സമയത്ത് പോലും പൂരം നിർത്തിവെച്ചിട്ടില്ല. അപ്പോ 2024 പൂരം ഒരു ഇലക്ഷന്റെ മധ്യത്തില് നിർത്തിവെക്കപ്പെട്ടു, ഒരു പ്രദേശത്തിന്റെ പൂരം നിർത്തിവെക്കപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? അത് പോലീസിന്റെ ഉന്നതതല അന്വേഷണം ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യമാണ്. മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ജനങ്ങൾ അറിയണം. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ഞാൻ തോറ്റു എന്നുള്ള കാരണം കൊണ്ടല്ല, എനിക്ക് തോറ്റയിൽ വിഷമമുണ്ടായിട്ട് കാര്യം പറയുന്നതല്ല. നമ്മൾ ചിലപ്പോൾ ഇലക്ഷൻ തോൽക്കും ജയിക്കുകയൊക്കെ ചെയ്യും, അത് സ്വാഭാവികമുള്ള കാര്യങ്ങളാണ്. ഇലക്ഷനിൽ ജനാധിപത്യത്തില് ജയം തോൽവിയൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പൂരം കാണുന്ന ഒരാളാണ്. മാത്രമല്ല ഞാൻ അവിടെ ജനപ്രതിനിധിയായിട്ട് വന്ന എല്ലാ കാലം രാഷ്ട്രീയത്തിൽ തുടങ്ങുന്ന കാലത്ത് ഉൾപ്പെടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഭാഗമായി നിന്നൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി പോയി എന്നൊരു പേരില് പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം പോലും എനിക്കെതിരായിട്ട് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ ആരോപണം നടത്തിയത് RSSും BJPയും NDA സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഈ ആരോപണം മുഴുവൻ ഉണ്ടായത്. അപ്പൊ ഇതിന്റെ പിന്നില് സത്യത്തിൽ ആരാണെന്ന് അറിയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന NDA നേതൃത്വത്തിൽ ഉള്ള ഈ BJP RSS ആളുകളൊന്നും ഈ പൂരത്തോട് ഇവരിപ്പോ പറയുന്ന പ്രയാസം അത് വെറും വ്യാജാണ്. ആ പൂരം കലക്കുന്നതിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ ഒരു കാര്യം ജനങ്ങളോട് ഒരു മാപ്പ് പറയേണ്ടി വരും.
ജയിച്ചു തോറ്റുള്ള വിഷയം മാത്രമല്ല. അതിലിപ്പോ പൂരം മാത്രമായിരിക്കില്ല തോൽവിക്ക് കാരണം, പല കാരണം ഉണ്ടായിരിക്കും. പക്ഷെ പൂരത്തെ അവര് രാഷ്ട്രീയ ആയുധമായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പൂരം കളിക്കിയതിന് പിന്നിലുള്ള ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ശ്രീ വി എസ് സുനിൽകുമാർ, വളരെ കാതലായ ഒരു ചോദ്യം. അതായത് ഈ പൂരം എന്ന് പറയുന്നത് വർഷങ്ങളായി നടക്കുന്ന, വളരെ ഓർഗനൈസ്ഡായി നടക്കുന്ന ഒരു ചടങ്ങാണ്. അന്ന് പക്ഷെ അതിന് കൃത്യമായ യോഗങ്ങൾ നടക്കുന്നുണ്ട്, അതിന് മന്ത്രിമാർ മേൽനോട്ടം വഹിക്കുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മറ്റ് ചില ആളുകൾക്ക് ഇത് തകർക്കാൻ എങ്ങനെ സാധിക്കുന്നു? അത് ഭരണരംഗത്തുള്ള ഒരു പരാജയം കൂടിയല്ലേ അത്? അല്ല, അതില് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല. ആ സംഭവ സമയത്ത് തന്നെ ഞാൻ ആ കാര്യം വ്യക്തമാക്കുന്ന കാര്യമാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അന്ന് പോലീസ് കമ്മീഷണറായിരുന്ന ആള് ഓരോ കാര്യങ്ങളിൽ എടുത്ത സമീപനം മുൻകാലങ്ങളിലൊക്കെ, ഞാൻ അവിടുത്തെ MLA ആയിരുന്നു, 5 കൊല്ലം MLA, അതിന് മുമ്പ് MLA ആയിരുന്ന ആളാണ് എന്ന നിലയിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ അന്നത്തെ പോലീസ് കമ്മീഷൻ കൈകാര്യം ചെയ്യൽ അങ്ങനെയായിരുന്നില്ല. അത് വളരെ നെഗറ്റീവായിരുന്നു. പോലീസിന്റെ പങ്ക് വളരെ വലുതാണ്. ഇക്കാര്യത്തിൽ പോലീസിന്റെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, എനിക്കൊരു സംശയമൊന്നുമില്ല. അന്നത്തെ ഞാൻ പോലീസ് എന്ന സംവിധാനം, നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ പോലും ബന്ധപ്പെട്ടായിരുന്നില്ല. ഈ പൂരം നടത്തിപ്പുമായി ദീർഘകാല ബന്ധമുള്ള പല പോലീസ് ഓഫീസർമാരും തൃശ്ശൂരിലുണ്ടായി. അവർക്കൊന്നും ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ബന്ധവുമില്ലാതെ അവരൊക്കെ മാറ്റി നിർത്തിയത് എന്താണെന്നുള്ള കാര്യം കൂടി ഈ സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. ശ്രീ കെ ശബരിനാഥനിലേക്കാണ് പോകുന്നത്. ശബരിനാഥൻ, നമ്മുടെ ചർച്ച പൂരത്തിൽ ഒതുങ്ങിപ്പോകരുത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ പരാതികളാണ് ഉയർന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ 8 ആളുകളെ വെടിവെച്ച് കൊന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടല്ലോ നമ്മൾ കയ്യിൽ. അങ്ങനെ പോലീസിൻ്റെ ഒരു നിയന്ത്രണവും കൃത്യമായി ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ള സൂചനകളാണോ ഇത് നൽകുന്നത്? തീർച്ചയായിട്ടും നൗഫൽ. അതിനു മുമ്പ് ശ്രീ വി എസ് സുനിൽകുമാർ നേരത്തെ ഫോണിൽ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിന് ഈ പൂരം കടക്കുന്നതിൽ വലിയൊരു പങ്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നു മാത്രമല്ല, എത്രയോ കാലമായി, വർഷങ്ങളായി താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയം മുതൽക്ക് തന്നെ അറിയാവുന്ന ആളുകൾ പൂരം കൺട്രോൾ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഫീൽഡിലില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ തവണയൊക്കെ നേരിട്ട് ചുമതലയെടുത്ത MR അജിത് കുമാർ എന്ന വ്യക്തിയിലേക്ക് തന്നെയാണ് ശ്രീ വി എസ് സുനിൽകുമാർ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം ഇലക്ഷന് തോറ്റ ആളായതുകൊണ്ടാണെന്ന് ഞാൻ പറയത്തേയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ് ഇലക്ഷൻ ജയിക്കും, ഇലക്ഷൻ തോക്കും. അദ്ദേഹം ഒരു സീസൺ പൊളിറ്റീഷ്യനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPM ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജ് പറഞ്ഞത് ഇലക്ഷൻ തോറ്റുകൊണ്ടുള്ള വിഷമത്തിലാണ് സുനിൽകുമാർ അങ്ങനെ പറഞ്ഞതെന്നാണ് നേരത്തെ പറഞ്ഞത്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാര്യത്തിലേക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം. 1-2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. 2023 ഈ പറഞ്ഞ രഹസ്യ മീറ്റിംഗ് നടന്നതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ശരിയാണെങ്കിൽ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൽ ആക്ട് ചെയ്തോ ഇല്ലയോ? അതിൽ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിന് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ദൂതനായിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പോയത് കൊണ്ടാണ്. ഇത് നമ്മൾ ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കണം. 2021 നിയമസഭാ ഇലക്ഷന് ശേഷം RSSന്റെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീ ബാലശങ്കർ ഒരു മീഡിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി 19 സീറ്റുകളിൽ പലയിടത്തും നമ്മൾ CPMനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഓൺ റെക്കോർഡാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, ഇടതുപക്ഷ സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പിടിച്ചു കുലുക്കിയ 3 വിഷയങ്ങൾ. ഒന്ന്, സ്വർണ്ണക്കടത്ത്. അതിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് മനസ്സിലാക്കുന്ന സ്വർണ്ണക്കടത്തിനുള്ള റൂട്ട് മാപ്പ് നാട്ടുകാർക്ക് വീട്ടിലിരിക്കുമ്പോൾ ആ കോവിഡ് സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള റൂട്ട് മാപ്പ് കൊടുത്തത് ശ്രീ MR അജിത് കുമാറാണെന്ന് ശ്രീ അൻവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും അന്വേഷണമുണ്ടോ? കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്യും. പ്രധാനമന്ത്രി വരെ വന്നിട്ട് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും നടപടി സ്വർണ്ണക്കടത്തിലുണ്ടായോ? 1. 2, ഈ പറഞ്ഞ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക്, ആയിരക്കണക്കിന് കോടിയുടെ വലിയൊരു സഹകരണ ബാങ്കിന് തട്ടിപ്പുണ്ടായിട്ട് പാവപ്പെട്ട ആളുകൾ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഒക്കെയുള്ള രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ ആത്മഹത്യ വരെ നടന്ന് മരണം വരെ നടന്നിട്ട് ആ പറഞ്ഞ SFIO അന്വേഷണം, എന്തൊക്കെ അന്വേഷണം പറഞ്ഞിട്ട് ഇന്ന് കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയത്തിൻ്റെ അവസ്ഥ എന്താണ്? അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താണ്?
3, ഏറ്റവും പ്രധാനപ്പെട്ട കരിമണൽ ഖനനം. മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന കരിമണൽ ഖനനത്തിന് വീണ്ടും കേന്ദ്രം അന്വേഷണം ഉണ്ടാകും. ഈ പറഞ്ഞ പ്രധാനമന്ത്രി അടക്കം ഇലക്ഷൻ സമയത്ത് ഘോരം സംസാരിച്ചിട്ട് ഇന്ന് കരിവന്നൂർ വിഷയം, സ്വർണ്ണക്കടത്ത്, ഈ പറഞ്ഞ നമ്മുടെ കരിമണൽ ഖനനം, ഈ 3 വിഷയത്തിലും CPM-ഉം BJP-യും തമ്മിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് CPM നിശബ്ദമാണ്, BJP നിശബ്ദമാണ്. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ തന്നെ എന്ത് സമരമാണ് BJP എടുത്തിട്ടുള്ളത്? ഇവിടെ കഴിഞ്ഞ 3-4 ദിവസമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ 2 ഭാഗത്തു നിന്നും നമുക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് തന്നെയാണ് പോകുന്നത്. വളരെ കാതലായ ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് സ്വർണ്ണക്കടത്തടക്കമുള്ള കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയമടക്കമുള്ള നിരവധി കേസുകൾ ഇവിടെയുണ്ട്. അന്ന് വലിയ മാധ്യമ വാർത്തകൾ വരികയും നിരവധി പേരെ ചോദ്യം ചെയ്യുകയും പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു മെല്ലെപ്പോക്ക് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നത്? എന്ത് ധാരണയാണ് CPM-ഉമായി BJP ഉണ്ടാക്കിയിട്ടുള്ളത്? ചോദ്യം തന്നെ തെറ്റാണ്. CPM-ഉം BJP-യും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആദ്യം അടിവരയിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചോളൂ. അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കേണ്ട, അങ്ങനെ ഒരു ധാരണയില്ല. കേരളത്തിൽ നമ്മളെ പ്രവർത്തകരെ വെട്ടിക്കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന CPM-ഉം ഞങ്ങളുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ശബരിനാഥിനോട്, ബഹുമാനപ്പെട്ട ശബരിനാഥ്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചിട്ട്, ഈ ആരോപണം എന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിൽ അന്തർധാരയുണ്ടെന്നല്ലേ? CPM എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലല്ലേ ഉള്ളൂ. 1 and only 1 മുഖ്യമന്ത്രിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി CPM രാഷ്ട്രീയത്തിൻ്റെ. ഇതിലെ രാജസ്ഥാൻ ശിക്കാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിൽ ജയിച്ചത് 30,000 വോട്ടുണ്ടായിരുന്ന CPM ഇത്തവണ ജയിച്ചത് കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടാണ്. തമിഴ്നാട്ടിൽ 2 CPM-കാർ ജയിച്ചത് കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടാണ്. അങ്ങനെ ഇത് കേരളത്തിൽ ഒന്നും കൂട്ടി ബാക്കിയുള്ള ആളുകളെ നിങ്ങളുടെ കൂടെ ഇരുത്തിയിട്ട് ഇന്ത്യ മുന്നണിയിൽ നിങ്ങളിങ്ങനെ നയിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശബരിനാഥും ബഹുമാനപ്പെട്ട VD സതീശനും ആ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തെഴുതുന്നു. എന്ത്? നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ വൻ ശക്തിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മുടെ കൂടെ വേണ്ട. ആ ചുമതല ആദ്യം എടുത്തിട്ട് സ്വന്തം സംവിധാനത്തിൽ പുറത്താക്കാനൊന്ന് രാഹുൽ ഗാന്ധിയോട് പറയുന്നു. എന്തിനാ ഈ BJP-നെ സഹായിക്കുന്ന ആളുകളെ നിങ്ങൾ കൊണ്ടു കിടക്കണം? നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ എൻ്റെ പൊന്നു ശബരിനാഥ്ജി, രാഷ്ട്രീയത്തിൽ നമുക്ക് ആരോപണം പറയാം, പക്ഷെ ഒരു വെടിയില്ല, അല്ല എന്താ പറയുക, ഉണ്ടയില്ല വെടി പൊട്ടിക്കരുത് നമ്മളൊരു കാരണവശാലും. പിന്നെ നൗഫൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏത് കാര്യം അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നൗഫൽ പറയുന്നത്? അന്വേഷണം നിർത്തിയെന്നോ അന്വേഷണത്തിൻ്റെ ഇഴഞ്ഞു നീങ്ങലാണെന്ന് നൗഫലിന് എന്താ തെളിവ്? ഏറ്റവും ഒടുവിൽ വന്നത് SFIO റിപ്പോർട്ട് 6 മാസത്തിനകം പുറത്തിറക്കും. ഞാൻ പറയാം, SFIO റിപ്പോർട്ട്, വീണ വിജയനെതിരെയുള്ള SFIO റിപ്പോർട്ട് 6 മാസത്തിനകം വരുമെന്ന് പറഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലെടുത്ത സംഭവം അതാണ്. എൻ്റെ പൊന്നു നൗഫലെ, ഇത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസം കൊണ്ട് ഇവർ ഒപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള അക്രമങ്ങളല്ല. കരിവന്നൂരടക്കം, ഈ നേരത്തെ പറഞ്ഞ കരിമണലടക്കം കൊല്ലങ്ങളായിട്ട് ഇവർ അഭ്യാസം കളിച്ച് സൂത്രക്കണക്കുകൾ ഉണ്ടാക്കി ഇവരുണ്ടാക്കിയിട്ടുള്ള കള്ളത്തരങ്ങളാണ്. ആ കള്ളത്തരങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത്, അതിൻ്റെ അടിവേരുകൾ തേടിപ്പോകുന്ന സമയത്ത് അതിൻ്റെ സ്വാഭാവികമായിട്ട് സമയം എടുക്കുമെന്ന്. 5 കൊല്ലം 6 കൊല്ലം 10 കൊല്ലമായിട്ടുള്ള കാര്യങ്ങളിലെ അന്വേഷണം നടത്തിയിട്ട് പുറത്തു വരാൻ സമയമെടുക്കുന്നത്. അതെന്താ, കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ലേ? സമയങ്ങൾ എടുത്തിട്ടില്ലേ? ഇവർ ഭരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഓരോ അന്വേഷണങ്ങളും കൃത്യമായിട്ട് 10 ദിവസത്തിനുള്ളിൽ 20 ദിവസത്തിനുള്ളിലും മറുപടി വന്നിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ ഇത് വെറുതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പിണറായി വിജയനുമായിട്ട് അന്തർധാര, CPM-ഉമായിട്ട് അന്തർധാര. ശബരിനാഥ് ഒരു കാര്യം മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ച്, കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിലെന്താ സംശയമുള്ളത്? നിങ്ങൾ 2 പേരും ഞങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിനകത്ത് 3ാം സംവിധാനത്തിലേക്ക് പോയ സമയത്ത് അന്വേഷണത്തിന് സമയമുണ്ടാകും, പക്ഷേ നമുക്ക് കുറച്ച് സമയക്കുറവുണ്ട്. ഏറ്റവും ഒടുവിലായി ഒരു മിനിറ്റ് നമുക്ക് സമയമില്ല. B. ജയരാജിലേക്ക് 1 മിനിറ്റ് നമുക്ക് പോകണം, സമയമില്ലാത്തതുകൊണ്ടാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക്. നിങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഒരു മിനിറ്റ് പാർട്ടി അല്ല സമയം എനിക്ക് ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയണ്ടേ? നിങ്ങൾ 2.25 കിലോമീറ്റർ മറുപടി പറയേണ്ട കാര്യം ചോദിച്ചിട്ട് ഞാൻ 5 സെക്കൻഡ് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാത്?
നിങ്ങൾ ഒരുപാട് സംസാരിച്ചു, എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സമയം. ഒരു മിനിറ്റ്, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഡോക്ടർ ബി ജയരാജിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്, അല്ലാതെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ. ഡോക്ടർ ബി ജയരാജ്, നേരത്തെ ശബരിനാഥ് ഉന്നയിച്ച അതേ ആരോപണം താങ്കൾക്ക് മറുപടി പറയാനുള്ളത് തന്നെയാണെന്ന് അറിയാം, അതുകൊണ്ട് മറുപടി പറയാം വളരെ പെട്ടെന്ന്, സമയമില്ല. തീർച്ചയായിട്ടും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം എന്തെല്ലാം വിവാദമാണ്. പരിശുദ്ധ ഖുറാനകത്ത് കൊണ്ടുവന്നു, കശുവണ്ടി പരിപ്പിനകത്ത് കൊണ്ടുവന്നു, ഈന്തപ്പഴത്തിനകത്ത് കൊണ്ടുവന്നു, പിന്നെ കൈതോല പായക്കകത്ത് ചുരുട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ബിരിയാണി ചെമ്പി കൊണ്ടുവന്നു. കൃത്യമായ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം പോലും തെളിയിക്കാൻ പറ്റിയില്ല. ഈ സ്വപ്നയെ കൊണ്ട് എത്ര പ്രാവശ്യം പറയിപ്പിക്കാൻ ശ്രമിച്ചു, പിണറായി വിജയൻ്റെ പേരെന്ന് പറയൂ, പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്ന എത്ര ഏജൻസികൾ കിണന്ന് പരിശ്രമിച്ചിട്ട് നടന്നില്ല. ഇനി വരും ഈ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ ആരോപണങ്ങളൊക്കെ വീണ്ടും പൊടിയും തട്ടി എടുത്തുകൊണ്ട് വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇന്റർവെൽ കൊടുക്കുന്നതാ, അല്ലാതെ സഹായിക്കുന്നതൊന്നുമല്ല. കള്ള ആരോപണങ്ങൾ, എന്തെങ്കിലും തെളിവില്ലാതെ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മതിയോ? ഇപ്പൊ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം, ഇപ്പൊ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടല്ല SFIO അല്ല, CBI അല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളും എത്ര പ്രാവശ്യം അന്വേഷിച്ചാലും കള്ളത്തരം ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? പിന്നെ കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ചത് ഫ്ലിംസി ഗ്രൗണ്ട് പറഞ്ഞോളൂ ജയരാജ് സാർ, അത് പറ. അൻവർ ഉന്നയിച്ച ഫ്ലിംസി ഗ്രൗണ്ട് അല്ല, VD സതീശന് വന്ന 150 കോടി ഫ്ലിംസി ഗ്രൗണ്ട് അല്ല. പുനർജനി അന്വേഷണം ഫ്ലിംസി ഗ്രൗണ്ട് അല്ല, അത് അൻവർ പറഞ്ഞത് തന്നെയാ. അത് സമയക്കുറവുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇത് പറഞ്ഞാൽ തീരില്ല, കാരണം ആരോപണ പ്രത്യാരോപണങ്ങൾ നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷ MLA കൂടി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയക്കുറവ് കൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കാൻ ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ KS ശബരിനാഥൻ, ഡോക്ടർ ബി ജയരാജ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.